എട്ടാമത്തെ ചോദ്യം, read the two statements below. Statement 1, in a triangle with angles 50 degree, 60 degree, 70 degree, the ratio of the sides is sin 50 degree is to sin 60 degree is to sin 70 degree. Statement 2, the length of each side of a triangle is the product of the sine of the opposite angle and the diameter of the circumcircle. Now choose the correct answer from those given below. അതായത് ചുവടെയുള്ള രണ്ട് പ്രസ്താവനകൾ വായിക്കുക. പ്രസ്താവന 1, കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ആയ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം സൈൻ 50 ഡിഗ്രി ഈസ് ടു സൈൻ 60 ഡിഗ്രി ഈസ് ടു സൈൻ 70 ഡിഗ്രിയാണ്. പ്രസ്താവന 2, ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം അതിന്റെ എതിർകോണിന്റെ സൈനിനെ പരിവൃത്ത വ്യാസം കൊണ്ട് ഗുണിച്ചതാണ്. ഇനി താഴെ പറയുന്നവയിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ആംഗിൾസും സൈനും ഒക്കെയാണ് തന്നിട്ടുള്ളത്. ഇത് ഏത് ചാപ്റ്ററിലെ ചോദ്യമായിരിക്കും? ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. ട്രിഗ്നോമെട്രി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ ഒരു കോഡാണിത്. ഇതിനെ നമുക്ക് എ ബി എന്നിട്ട് കൊടുക്കാം. ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. എ ബി എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിളിനെ നമുക്ക് എക്സ് ഡിഗ്രി എന്ന് കൊടുക്കാം. ഇനി ഈ എ ബി എന്ന ഈ സെയിം കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ അപ്പൊ എത്രയായിരിക്കും? കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അതായത് x/2 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം എന്നത് 6 ആയിട്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ എ ബി എന്ന കോഡിന്റെ നീളം ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ ഓഫ് x/2 ആണ്. ഇത് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ 3 കോണുകൾ ഏതൊക്കെയാണ്? 60 ഡിഗ്രി 50 ഡിഗ്രി 70 ഡിഗ്രി. ഈ ട്രയാങ്കിളിന് നമുക്ക് എ ബി സി എന്ന് നെയിം ചെയ്യാം. ഇനി എ ബി സി എന്ന ട്രയാങ്കിളിന് നമുക്കൊരു സർക്കം സർക്കിൾ അഥവാ ഒരു പരിവൃത്തം വരയ്ക്കാം. ട്രയാങ്കിളിന്റെ പുറത്തുകൂടെ പോകുന്ന സർക്കിൾ അഥവാ വൃത്തത്തെ പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ എന്നും ട്രയാങ്കിളിന്റെ ഉള്ളിലൂടെ പോകുന്ന സർക്കിളിനെ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം എന്നാണ് പറയുക. ഇനി നമ്മുടെ ഈ തിയറി പ്രകാരം എ ബി എന്ന കോഡിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെയാണ് എഴുതുക? എ ബി ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ ഓഫ് എ ബി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ അതായത് ആംഗിൾ എ സി ബി എത്രയാണ്? 50 ഡിഗ്രി. ഇനി അടുത്തതായി എ സി എന്ന കോഡിന്റെ നീളം എങ്ങനെയാണ് എഴുതുക? 2r ഇൻറ്റു എ സി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? സൈൻ 70 ഡിഗ്രി. അടുത്തതായി ബി സി എന്ന ലൈൻ, ബി സി എന്ന കോഡിന്റെ നീളം നമുക്ക് എങ്ങനെ എഴുതാം? 2r ഇൻറ്റു ബി സി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ ഏതാണ്? സൈൻ 60 ഡിഗ്രി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2r മാത്രം ഈ സൈഡിൽ നിർത്തി സൈൻ 50 ഡിഗ്രിയെ നമുക്ക് ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എഴുതുക ഇക്വേഷൻ? എ ബി ബൈ സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു 2r. അതുപോലെ ഈ ഇക്വേഷനെ നമുക്ക് ഇതുപോലെ എഴുതുകയാണെങ്കിൽ എ സി ബൈ സൈൻ 70 ഡിഗ്രി ഈക്വൽ ടു 2r. മൂന്നാമത്തെ ഇക്വേഷന് നമ്മൾ ഇതുപോലെ എഴുതുന്നു ബി സി ബൈ സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു 2r. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ബി ബൈ സൈൻ 50 ഡിഗ്രിയും എ സി ബൈ സൈൻ 70 ഡിഗ്രിയും ബി സി ബൈ സൈൻ 60 ഡിഗ്രിയും ഈക്വൽ ആണ്. കാരണം മൂന്നും എന്താണ്? 2r. 2r എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ ബി ബൈ സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു ബി സി ബൈ സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു എ സി ബൈ സൈൻ 70 ഡിഗ്രി എന്നത് എത്രയാണ്? ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഇത്രയും നമുക്ക് കിട്ടിയില്ലേ? ഇങ്ങനെ എഴുതാമെങ്കിൽ ഇതിന് നമ്മൾ എങ്ങനെയാ റേഷ്യോ ഒക്കെ എഴുതുക? ജസ്റ്റ് ഈക്വൽ ടു മാറ്റി എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി. അതുപോലെ സൈൻ 50 ഡിഗ്രി ഈസ് ടു സൈൻ 60 ഡിഗ്രി ഈസ് ടു സൈൻ 70 ഡിഗ്രി എന്ന് എഴുതാം. ഇവിടെ എ ബി എന്നത് എന്താണ്? 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇനി ബി സി എന്നത് എന്താണ്? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇനി എ സി എന്നത് എന്താണ്? 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇത് തന്നെയല്ലേ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്? 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോസ് എന്ന് പറയുന്നത് സൈൻ 50 ഡിഗ്രി ഈസ് ടു സൈൻ 60 ഡിഗ്രി ഈസ് ടു സൈൻ 70 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ട്രൂ ആണ്.
ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സൈൻ ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കം സർക്കിൾ. അതായത് ഇവിടെ ഓരോ ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെയും നീളം എന്നത് ആ ലെങ്ത്, അതായത് ആ ലൈനിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിന്റെ സൈനും അതുപോലെ തന്നെ ഈ സർക്കം സർക്കിളിന്റെ വ്യാസവും തമ്മിലുള്ള ഗുണനമാണ്. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തത് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ്. എന്താണ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആവാനുള്ള റീസൺ ആണ് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത്. Therefore നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഇനി 9ാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O is the center of the circle. If a point is marked in this, what is the probability that it falls inside the shaded part? അതായത് ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ കറുപ്പിച്ച ഭാഗത്താകാനുള്ള സാധ്യത എന്ത്? പ്രോബബിലിറ്റി അഥവാ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യമാണ്. ഇവിടെ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ ജിയോമെട്രിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജ്യാമിതീയ സാധ്യത എന്നാണ് പറയുക. ജിയോമെട്രിക് പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ്, അതായത് നമുക്ക് അനുകൂലമായ സ്ഥലത്തിന്റെ ഏരിയ, പരപ്പളവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഒരു സർക്കിൾ ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം സർക്കിളിന്റെ ടോട്ടൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതിൽ എന്നതിലെ ആർ എന്താണ്, റേഡിയസ് അഥവാ ആരമാണ്. ഇവിടെ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആ രീതിയിൽ ഏരിയ കാണാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ സർക്കിളിന്റെ ആംഗിൾസ് ആണ് അഥവാ കോണുകളാണ്. ആ രീതിക്ക് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റണം. എങ്ങനെയാണ്, ഫേവറബിൾ സ്പേസ് ആംഗിൾസ് അഥവാ ആംഗിൾസ് ഓഫ് ഫേവറബിൾ സ്പേസ് എന്ന് എഴുതിയാൽ മതി, ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾസ്, ആകെയുള്ള കോണുകൾ. ഇതാണ് ഇക്വേഷൻ. ഇനി ഫേവറബിൾ സ്പേസ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾസ് ആണ്. ഒരു സർക്കിൾ, ഒരു വൃത്തത്തിന്റെ മുഴുവൻ ആംഗിൾ എങ്ങനെയാണ് കാണുക, നമുക്കറിയാം 360 ഡിഗ്രിയാണ് ഒരു സർക്കിളിന്റെ മുഴുവൻ കോൺ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി. ഇനി ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് ഈ സർക്കിളിൽ ഈ ഡാർക്കനിങ് ചെയ്ത അഥവാ ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്താണ് കുത്തു വീഴാനുള്ള സാധ്യത കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫേവറബിൾ സ്പേസുകൾ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ്. ഇതിന്റെ ആംഗിൾസുകൾ എത്രയാണ്, 30 ഡിഗ്രിയും 30 ഡിഗ്രിയും കൂട്ടിയാൽ 60 ഡിഗ്രി. അപ്പോൾ ഉത്തരം എന്താണ്, 60/360 ആണ്. ഇനി 10ാമത്തെ ചോദ്യം, the 5th term of an arithmetic sequence is 70 and the 9th term is 50. In this sequence, by how much does each term decrease when the position increases by 1? At what position does the term 0 occur in this sequence? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 70ഉം 9ാം പദം 50ഉമാണ്. ഈ ശ്രേണിയിൽ സ്ഥാനം ഓരോന്ന് കൂടുമ്പോൾ പദം എത്ര കുറയും? ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 0? ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, 5th term of an arithmetic sequence is 70. 5th term 70, 5ാമത്തെ പദം 70 ആണ്. ഇനി രണ്ടാമത് തന്നിട്ടുള്ളത് 9th term 50 ആണ്. ഇനി ഇങ്ങനെ രണ്ട് ടേംസുകളും അതുപോലെ അവയുടെ പൊസിഷൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. D ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. ഡി എന്നത് എന്താണ്, കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. അതായത് അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള, രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഡി. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 70ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ആ ടേംസുകളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് 5th 9th ഇതാണല്ലോ പൊസിഷൻസ്, ഇവ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചൂടെ. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 70 - 50 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസോ 5 - 9. എപ്പോഴും ടേംസ് ഡിഫറൻസ് ഇപ്പൊ നമ്മൾ 70ൽ നിന്ന് 50 അല്ലേ കുറച്ചത്, അതേ 70ന്റെ പൊസിഷൻ തന്നെ ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. 5 - 9. 70ൽ നിന്ന് 50 പോയാൽ എത്രയാണ്, 20. 5ൽ നിന്ന് 9 പോയാൽ എത്രയാണ്, 4. 4 അല്ല -4, കാരണം 5 ചെറുതും 9 വലുതുമല്ല. അപ്പൊ 5 - 9 ചെയ്താൽ -4 ആണ് കിട്ടുക. 20 ഡിവൈഡഡ് ബൈ -4 എത്ര വരും, -5. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് വന്നത്, -5 ആണ്.
ഇനി ആദ്യത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ ദി സീക്വൻസ് ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ് വെൻ ദ പൊസിഷൻ ഈസ് ഇൻക്രീസസ് ബൈ 1. അതായത് 5ാമത്തെ ടേം 6ാമത്തെ ടേം ആവുമ്പോഴും 9ാമത്തെ ടേം 10ാമത്തെ ടേം ആവുമ്പോഴും എത്ര ടേം ആണ് കുറഞ്ഞു വരുന്നത്, ഡിക്രീസ് ആവുന്നത്? ഒന്ന് നോക്കിയാലോ. 5ാമത്തെ ടേം എത്രയാണ്? 5th ടേം എന്ന് പറയുന്നത് 70 ആണ്. ഇത് 6th ടേം ആവുകയാണ്. 6ാമത്തെ പദം ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? 70ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടണം. അതായത് 70 പ്ലസ് -5. 70ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 65. ഇനി അതേപോലെ തന്നെ 9th ടേം അഥവാ 9ാമത്തെ പദം എത്രയാണ്? ഇവിടെ 50 ആണ്. ഇനി 9ാമത്തെ പദം 10ാമത്തെ പദം ആവണമെങ്കിൽ എത്രയാണ് കൂട്ടേണ്ടത്? 50ന്റെ കൂടെ -5 കൂട്ടണം. അതായത് 50 പ്ലസ് -5 എന്ന് പറഞ്ഞാൽ 50ൽ നിന്ന് 5 പോയാൽ 45. അതായത് 5ാമത്തെ ടേം 70 എന്നത് 65 ആയി കുറഞ്ഞു. 9ാമത്തെ ടേം 50 എന്നത് 45 ആയിട്ട് കുറഞ്ഞു. അപ്പൊ എത്രയാണ് ഡിക്രീസ് ആവുന്നത്? 5. ഓക്കെ, therefore ആൻസർ എത്രയാണ്? ആൻസർ ഈക്വൽ ടു 5. കാരണം 5 ആണ് ഇവിടെ ഡിക്രീസ് ആവുന്നത്. രണ്ടാമത്തെ ചോദ്യം, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 occur in this sequence? അതായത് ഈ സീക്വൻസിൽ ഇപ്പൊ 5ാമത്തെ ടേം 70 ആണ്, 9ാമത്തെ ടേം 50 ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ സീക്വൻസ് എത്രാമത്തെ ടേം ആവുമ്പോഴാണ് ഇതിന്റെ പദം ടേം എന്നത് 0 ആവുക എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 5ാമത്തെ പദം അറിയാം. 5ാമത്തെ പദം എത്രയാ? 70 ആണ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ പദം എത്രയായിരിക്കും? ഇവിടെ 6ാമത്തെ പദം നമുക്ക് എത്ര കിട്ടിയത്? 65 ആണ്. അതായത് 70ൽ നിന്ന് 5 കുറയുകയാണ് ചെയ്തത്. അപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ 70ൽ നിന്ന് 5 കൂടുകയാണ് ചെയ്യുക. 75. 3ാമത്തെ പദം 80. 2ാമത്തെ പദം 85. അതുപോലെ 1ാമത്തെ പദം 90. അപ്പൊ നമുക്ക് ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം കിട്ടി. എത്രയാ? 90. F ഈക്വൽ ടു 90. കോമൺ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, -5. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ് xn, nth ടേം 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ എത്രാമത്തെ പദം n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു 0. d എന്താണ്? -5n പ്ലസ് f എത്രയാണ്? 90 മൈനസ് -5 ഈക്വൽ ടു 0. -5n പ്ലസ് 90 മൈനസ് -5 എന്ത് വരും? 90 പ്ലസ് 5 എന്താണ്? 95 ഈക്വൽ ടു 0. -5n ഈക്വൽ ടു ഈ പ്ലസ് 95 ഈ സൈഡിലേക്ക് പോയാൽ -95. therefore n ഈക്വൽ ടു -95 ഹരിക്കണം -5. ഇവിടെ -5 ഗുണനമായതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഹരണമായത്. മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് 95 ഹരിക്കണം 5 എത്രയാണ്? 19. അതായത് xn ഈക്വൽ ടു 0 എന്നത് x19 ഈക്വൽ ടു 0 ആണ്. അതായത് 19ാമത്തെ പദമാണ് 0 ആവുക. ഇനി 11ാമത്തെ ചോദ്യം, 3-digit numbers are formed using cards with numbers 2, 3, 5 written on them. ഒന്നാമത്തെ ചോദ്യം, how many such numbers can be made? രണ്ടാമത്തെ ചോദ്യം, what is the probability that such a number is even? മൂന്നാമത്തെ ചോദ്യം, what is the probability that such a number is a multiple of 5? 2, 3, 5 എന്നീ അക്കങ്ങൾ എഴുതിയ 3 കാർഡുകൾ ഉപയോഗിച്ച് 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു. ഇത്തരം എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ സംഖ്യ ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എന്താണ്? 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്താണ്? അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു 3 കാർഡ് ഉണ്ട്. ഈ 3 കാർഡിലായിട്ട് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? 2, 3, 5. ഈ 3 കാർഡിലെ ഈ 3 നമ്പേഴ്സ് ഉപയോഗിച്ച് 3-digit നമ്പേഴ്സുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എത്ര 3-digit നമ്പർ ഉണ്ടാക്കാം? ഒന്ന് ആ എഴുതിയ പോലെ തന്നെ 2, 3, 5 ഉണ്ടാക്കാം. ഇനി തിരിച്ചെഴുതി കൂടെ 5, 3, 2. ഇനിയോ 3, 2, 5. അത് തിരിച്ചെഴുതി കൂടെ 5, 2, 3. ഇനി 2, 5, 3. അത് തിരിച്ചെഴുതി കൂടെ 3, 5, 2. ഇത്രയും 3-digit നമ്പേഴ്സ് നമുക്ക് ഈ 3 കാർഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇനി ആദ്യത്തെ ചോദ്യം, ഹൗ മെനി സച്ച് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ്? അങ്ങനെ എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാക്കാം? എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? എത്ര ഉണ്ടാക്കി? 1, 2, 3, 4, 5, 6. ഉത്തരം 6. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ഇവൻ? അങ്ങനെ കിട്ടുന്ന നമ്പർ ഇവൻ നമ്പർ ആവാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ഇവൻ എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഉത്തരം എഴുതുക? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ടോട്ടൽ ഇവന്റ് നമുക്ക് അറിയാം 6 എണ്ണമാണ്.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് അഥവാ അനുകൂല സംഭവങ്ങളുടെ എണ്ണം. അനുകൂല സംഭവം എന്ന് പറയുന്നത് ഇവൻ നമ്പർ. ഇതിൽ 235 ഇവൻ നമ്പർ ആണോ? അല്ല. രണ്ടക്ക സംഖ്യ അല്ല, കാരണം അവസാനം 5 ആണ് വന്നിട്ടുള്ളത്. 532 അവസാനം ഈ ഒരു ഇവൻ നമ്പർ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 532 എന്താണ്? ഒരു രണ്ടക്ക സംഖ്യയാണ്. 325 523 എന്തല്ല? ഇവൻ നമ്പേഴ്സ് അഥവാ രണ്ടക്ക സംഖ്യകളല്ല, കാരണം 5 3 എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് അഥവാ ഒറ്റക്ക സംഖ്യകളാണ്. 253 ഇതുപോലെ തന്നെ ഒറ്റക്ക സംഖ്യയാണ് 3, അതുകൊണ്ട് 253 ഇരട്ട സംഖ്യയല്ല. 352ന്റെ അവസാനം വന്നിട്ടുള്ളത് 2 ആണ്, അതുകൊണ്ട് എന്താണ്? 352 ഒരു ഇവൻ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എത്ര ഇവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ കിട്ടി? 2 എണ്ണം. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് എത്രയാ? 2 ആണ്. അപ്പൊ 2/6 ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 5? അതായത് 5ന്റെ ഗുണനമാവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്. ഇതാണ് ഇക്വേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അഥവാ ആകെയുള്ള മൂന്നക്ക സംഖ്യകൾ എത്രയാണ്? 6 എണ്ണമാണ്. അത് ആദ്യം എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അനുകൂല സംഭവങ്ങളുടെ എണ്ണം. അതായത് ഈ 6 നമ്പറിൽ നിന്നും 5ന്റെ മൾട്ടിപ്പിളുകൾ അഥവാ 5ന്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം 5ന്റെ ഗുണന പട്ടിക നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? 1 × 5 5 ആണ്, 2 × 5 10 ആണ്, 3 × 5 15 ആണ്, 4 × 5 20 ആണ്. ഓക്കെ, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? അവസാന ഡിജിറ്റ് ഒന്നുമില്ലെങ്കിൽ 5 അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ 5 0 അവസാന ഡിജിറ്റ് ആയിട്ടുള്ള നമ്പറുകൾ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? 5ന്റെ മൾട്ടിപ്പിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ 235ന്റെ അവസാനം എന്താണ്? 5 ആണ്, അതുകൊണ്ട് 235 ആണ് ഒരു നമ്പർ. ഇവിടെ 532ന്റെ അവസാനം 2 ആണ്, അതുകൊണ്ട് 532 5ന്റെ ഗുണിതമാവുകയില്ല. 325ന്റെ അവസാനം എന്താണ്? 5 ആണ്, അതുകൊണ്ട് ഇത് എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 523 3 ആണ് അവസാന ഡിജിറ്റ്, ഇത് എന്താവില്ല? 5ന്റെ മൾട്ടിപ്പിൾ ആവുകയില്ല. 253 352 അവസാനം എന്താണ്? 5 എന്ന ഡിജിറ്റ് അല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും മൾട്ടിപ്പിൾ ഓഫ് 5 അഥവാ 5ന്റെ ഗുണിതങ്ങൾ ആവുകയില്ല. അപ്പൊ എത്ര നമ്പേഴ്സ് ആണ് നമുക്ക് 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിയത്? 2 എണ്ണം. അപ്പൊ നമുക്ക് 2/6 ആണ് ഉത്തരം. അടുത്തത് 11ന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 4 വൈറ്റ് ബീഡ്സ് ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് 7 ബ്ലാക്ക് ആൻഡ് 8 white beads. In how many ways can a pair of beads be chosen, one from each box? What is the probability of both being black? What is the probability that at least one is white? അതായത് ഒരു പെട്ടിയിൽ 6 കറുത്ത മുത്തുകളും 4 വെളുത്ത മുത്തുകളും ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ 7 കറുത്ത മുത്തുകളും 8 വെളുത്ത മുത്തുകളും ഉണ്ട്. ഒരു പെട്ടിയിൽ നിന്നും ഒരു മുത്ത് വീതം എടുത്താൽ എത്ര തരത്തിൽ എടുക്കാം? രണ്ടും കറുത്ത മുത്താകാനുള്ള സാധ്യത എന്താണ്? ഒന്നെങ്കിലും വെളുത്തതാകാനുള്ള സാധ്യത എന്താണ്? ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആദ്യത്തെ ബോക്സിൽ എന്തൊക്കെയാണ്? 6 ബ്ലാക്കും 4 വൈറ്റ് ബീഡ്സുമാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ബോക്സിൽ ഏതൊക്കെയാ? 7 ബ്ലാക്കും 8 വൈറ്റുമാണ് ഉള്ളത്. ഈ ബോക്സിൽ ടോട്ടൽ എത്ര ബീഡ്സുകൾ ഉണ്ട്? 6ഉം 4ഉം കൂട്ടിയാൽ 10 ബീഡ്സ്. ഇതിലോ 7ഉം 8ഉം കൂട്ടിയാൽ 15 ബീഡ്സ്. ആദ്യം തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓരോ ബോക്സിൽ നിന്നും ഓരോ ബീഡ്സ് അഥവാ ഓരോ മുത്തുകൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പെയേഴ്സ് അഥവാ ജോഡികൾ വരും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ബോക്സിൽ എത്രയാണ് ടോട്ടൽ മുത്തുകൾ? 10 ആണ്. ഈ ബോക്സിൽ എത്രയാണ് ടോട്ടൽ മുത്തുകൾ? 15 ആണ്. 10 × 15 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ബോക്സിൽ നിന്നും ടോട്ടൽ എത്ര ജോഡികൾ എടുക്കാമെന്ന് കിട്ടും. 10 × 15 എത്രയാണ്? 150 പെയേഴ്സ്. അപ്പൊ ടോട്ടൽ എത്ര ജോഡികൾ കിട്ടും? 150 ജോഡികൾ കിട്ടും. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഇപ്പൊ ഫസ്റ്റ് ബോക്സിൽ നിന്നും രണ്ടാമത്തെ ബോക്സിൽ നിന്നും നമ്മൾ ഓരോ ബീഡ്സ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ വരാം ആ ജോഡികൾ? ഒന്നുമില്ലെങ്കിൽ 2 ബോക്സിൽ നിന്നും നമുക്ക് ബ്ലാക്ക് കിട്ടും. അതായത് ആദ്യത്തെ ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക് ബീഡ് എടുക്കുന്നു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക് ബീഡ് എടുക്കുന്നു. അങ്ങനെ 2 ബ്ലാക്ക് ബീഡ് ആയിട്ടുള്ള പെയേഴ്സുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ബോക്സ് 1ൽ എത്ര ബ്ലാക്ക് ഉണ്ട്? 6. ബോക്സ് 2ൽ എത്ര ബ്ലാക്ക് ഉണ്ട്? 7. 6ഉം 7ഉം കുടിച്ചു കഴിഞ്ഞാൽ 2 ബ്ലാക്ക് ബീഡ്സ് ആയിട്ടുള്ള പെയേഴ്സുകളുടെ എണ്ണം കിട്ടും. 6 × 7 എത്രയാണ്? 42 പെയേഴ്സ്. ഇനി 2 വൈറ്റ് ബീഡ്സ് വന്നൂടെ? അതായത് ആദ്യത്തെ ബോക്സിൽ നിന്ന് ഒരു വെള്ള ബീഡ് എടുക്കുന്നു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഒരു വെള്ള ബീഡ് എടുക്കുന്നു. അങ്ങനെയുള്ള ജോഡികളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ബോക്സിൽ എത്ര വൈറ്റ് ഉണ്ട്? 4. രണ്ടാമത്തെ ബോക്സിൽ എത്ര വൈറ്റ് ഉണ്ട്? 8. 4 × 8 എത്രയാണ്? 32 ജോഡികൾ. ഇനി നമുക്ക് എങ്ങനെ എടുക്കാം? ആദ്യത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ് എടുക്കുന്നു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് വൈറ്റ് ബീഡ് എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും? ആദ്യത്തെ ബോക്സിൽ എത്ര ബ്ലാക്ക് ബീഡ് ഉണ്ട്? 6. ഇനി രണ്ടാമത്തെ ബോക്സിൽ എത്ര വൈറ്റ് ബീഡ് ഉണ്ട്? 8. അപ്പോൾ 6 × 8 എത്ര വരും? 48 പെയേഴ്സ് അഥവാ 48 ജോഡികൾ ഉണ്ടാവും. ഇനി നമുക്ക് ഒരു ചാൻസ് ഏതാണ്? ആദ്യത്തെ ബോക്സിൽ നിന്ന് വൈറ്റും രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്കും എടുത്തൂടെ? ആദ്യത്തെ ബോക്സിൽ നിന്ന് വൈറ്റ് ബീഡ്സ് ഉണ്ട് 4,
ഇനി രണ്ടാമത്തെ ബോക്സിൽ എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്? 7. 4 × 7 എത്രയാണ്? 28 പെയേഴ്സ് അഥവാ 28 ജോഡികൾ ഉണ്ടാവും. 42 + 32 + 48 + 28 പെയേഴ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150 പെയേഴ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇനി ആദ്യത്തെ ചോദ്യം, ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ പെയർ ഓഫ് ബീഡ്സ് ബി ചൂസൺ വൺ ഫ്രം ഈച്ച് ബോക്സ്? അതായത് രണ്ട് ബോക്സിൽ നിന്നും ഓരോ ബീഡ്സ് അഥവാ മുത്തുകൾ വീതം എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ജോഡികൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. ടോട്ടൽ പെയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യത്തെ ബോക്സിൽ എത്രയുണ്ട് ടോട്ടൽ മുത്തുകളുടെ എണ്ണം എന്ന് നോക്കുക, രണ്ടാമത്തെ ബോക്സിൽ എത്രയുണ്ട് ടോട്ടൽ ബീഡ്സുകളുടെ എണ്ണം എന്ന് നോക്കുക, അത് രണ്ടും ഗുണിക്കുക. 10 × 15 എത്രയാ? 150 പെയേഴ്സ് അഥവാ 150 ജോഡികൾ. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബീയിങ് ബ്ലാക്ക് അഥവാ രണ്ട് ബീഡ്സും ബ്ലാക്ക് ആവാനുള്ള സാധ്യത? രണ്ട് ബോക്സിൽ നിന്ന് എടുക്കുന്ന മുത്തുകളും ബ്ലാക്ക് ആവാനുള്ള സാധ്യത ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. രണ്ട് ബ്ലാക്ക് ജോഡികൾ ആവാനുള്ളത് എത്രയാ? 42. പ്രോബബിലിറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? പി ഓഫ് ബ്ലാക്ക് രണ്ട് ബ്ലാക്ക് ബീഡ്സ് ആവാനുള്ള സാധ്യത എങ്ങനെയാണ്? നമ്പർ ഓഫ് ബ്ലാക്ക് പെയേഴ്സ് അഥവാ രണ്ട് ബ്ലാക്ക് കിട്ടുന്ന ജോഡികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ പെയേഴ്സ്. ടോട്ടൽ പെയേഴ്സ് നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 150. ഇനി ബ്ലാക്ക് പെയേഴ്സിന്റെ എണ്ണം എത്രയാണ്? 42 പെയേഴ്സ് ആണ്. അപ്പൊ ഉത്തരം എന്താണ്? 42/150. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഈസ് വൈറ്റ്? അതായത് നമ്മൾ രണ്ട് ബീഡ്സ് എടുക്കുന്നുണ്ടല്ലോ, ആ രണ്ട് ബീഡ്സിൽ ഒന്നെങ്കിലും വെള്ളയാവണം. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് വൈറ്റ് ഉണ്ട്, വൈറ്റ് ബ്ലാക്ക് ഉണ്ട്. ഈ 3 എണ്ണം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പി ഓഫ് വൈറ്റ് ഓർ ബ്ലാക്ക് വൈറ്റ് ഓർ വൈറ്റ് ബ്ലാക്ക് equal to number of white black white black pairs divided by total pairs അഥവാ ആകെയുള്ള ജോഡികൾ. ഇനി വൈറ്റ് ആവാനുള്ള പെയേഴ്സ് ഉണ്ടാവാനുള്ള ഇനി വൈറ്റ് പെയേഴ്സിന്റെ എണ്ണം എത്രയാ? 32 പ്ലസ് ബ്ലാക്ക് വൈറ്റ് പെയേഴ്സ് എത്രയുണ്ട്? 48. വൈറ്റ് ബ്ലാക്ക് പെയേഴ്സ് എത്രയുണ്ട്? 28 ഡിവൈഡഡ് ബൈ ടോട്ടൽ പെയർ 150 ആണ്. 32 + 48 + 28 എത്രയാ? 108 ആണ്. 108 ഡിവൈഡഡ് ബൈ 150 ആണ് ഉത്തരം. 12ാമത്തെ ചോദ്യം, ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 and the sum of the first 6 terms is 60. What is the sum of the second and the fifth terms? What is the fifth term? What is the sum of the first 15 terms? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 60ഉമാണ്. രണ്ടാം പദത്തിന്റെയും അഞ്ചാം പദത്തിന്റെയും തുക എത്രയാണ്? അഞ്ചാം പദം എത്രയാണ്? ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്രയാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? സെക്കൻഡ് ടേം, അതിനെ നമുക്ക് x2 എന്ന് എഴുതാം. അത് എത്രയാണ്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമതായി തന്നിട്ടുള്ളത് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്, ആദ്യത്തെ 6 പദങ്ങളുടെ തുക എന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 ആണ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം, രണ്ടാമത്തെയും അഞ്ചാമത്തെയും പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറം ഉണ്ട്. അതൊരു തിയറമായിട്ടാണ് പഠിക്കുന്നത്. ആ തിയറത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. x1 x2 x3 x4 x5 x6 ഇങ്ങനെ 6 ടേംസിന്റെ സമ്മല്ല നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഈവൻ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ടേംസും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന തുകയും അതുപോലെ അതിന്റെ ശേഷമുള്ള ഈ 2 ടേംസ് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന തുകയും അതിന്റെ മുൻപിലുള്ള ഈ 2 ടേംസ് കൂട്ടിയാൽ കിട്ടുന്ന തുകയും തുല്യമായിരിക്കും. നമുക്ക് ഇവിടെ എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് എസ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്, ആദ്യത്തെ 6 ടേംസുകൾ പദങ്ങൾ കൂട്ടിയാൽ 60 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ 2 ടേം കൂട്ടിയാലും ഈ 2 ടേം കൂട്ടിയാലും ഈ 2 ടേം കൂട്ടിയാലും ഉള്ള തുക 60 ആണ്. അതായത് എസ് പ്ലസ് എസ് എത്രയാണ്? 60 ആണ്. അതായത് 3 എസ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ എസ് എത്രയായിരിക്കും? 60 ഹരിക്കണം 3. അതായത് 60ൽ എത്ര 3 ഉണ്ട്? 20. 60 ഡിവൈഡഡ് ബൈ 3 20 ആണ്. അതായത് മൂന്നാമത്തെയും നാലാമത്തെയും പദം കൂട്ടിയാൽ 20 ആണ്. രണ്ടാമത്തെയും അഞ്ചാമത്തെയും പദം കൂട്ടിയാൽ 20 ആണ്. ഒന്നാമത്തെയും ആറാമത്തെയും പദം കൂട്ടിയാലും 20 ആണ്. ഇതൊരു വലിയ തിയറമായിട്ടാണ് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന പാഠത്തിൽ പഠിക്കുന്നത്. ആ തിയറം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അതിന്റെ ഉള്ളടക്കം, ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ
8 വരെ ഉണ്ടായിരുന്നെങ്കിലോ? മറ്റൊരു എക്സാമ്പിൾ x1, x2, x3, x4, x5, x6, x7, x8 വരെ ഉണ്ടായിരുന്നെങ്കിലോ? ഈ x1ഉം x8ഉം ഒരു തുകയാണ്. അതേ തുക തന്നെയായിരിക്കും x2ഉം x7ഉം കൂട്ടിയാൽ കിട്ടുക. സെയിം സം ആയിരിക്കും x3ഉം x6ഉം കൂട്ടിയാൽ കിട്ടുക. സെയിം സം ആയിരിക്കും x4ഉം x5ഉം കൂട്ടിയാൽ കിട്ടുക. ഇതാണ് ആ തിയറത്തിൽ പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് x8 വരെയുള്ളത് പറഞ്ഞത്. നമുക്കിപ്പോ ഇവിടെ ആവശ്യം ഇതാണ്, x1 മുതൽ x6 വരെ. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ മനസ്സിലായി x1ഉം x6ഉം കൂട്ടിയാൽ 20 ആണ്. അതുപോലെ രണ്ടാമത്തെ അഞ്ചാമത്തെയും ടേം കൂട്ടിയാൽ 20 ആണ്. മൂന്നാമത്തെ നാലാമത്തെ ടേം കൂട്ടിയാൽ 20 ആണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത് ടേം. രണ്ടാമത്തെ അഞ്ചാമത്തെ പദങ്ങൾ കൂട്ടിയാൽ എത്രയാണ്? ആ തിയറ പ്രകാരം 20 ആണ്. അത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഈ തിയറം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫിഫ്ത് ടേം? ഇവിടെ നേരത്തെ നമ്മൾ എഴുതി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ടേംസ് കൂട്ടിയപ്പോൾ 20 ആണ് എന്ന്. രണ്ടാമത്തെ ടേം ഇവിടെ 5 ആണെന്ന് തന്നിട്ടുണ്ട്. x5 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20. x5 ഈക്വൽ ടു 20. ഈ പ്ലസ് 5 ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ -5. 20ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 15. അപ്പോൾ അഞ്ചാമത്തെ ടേം നമുക്ക് എത്രയാണ് കിട്ടിയത്? 15 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ്? ആദ്യത്തെ 15 പദങ്ങളുടെ തുക. സം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെ പദം വരെയുള്ള സമ്മാണ് കാണേണ്ടത്. ഇവിടെ എത്രയാ? 15. അപ്പൊ n 15 ആണ്. എഫ് എന്താണ്? ഫസ്റ്റ് ടേം, ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യ പദം. ഡി എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അപ്പോൾ എഫും ഡിയും നമുക്ക് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ അറിയുന്ന രണ്ട് ഡീറ്റെയിൽ. ഒന്ന്, രണ്ടാമത്തെ പദം 5 ആണെന്നും രണ്ടാമത് നമുക്ക് അറിയുന്ന ഒരു കാര്യം അഞ്ചാമത്തെ പദം 15 ആണെന്നുമാണ്. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ എഫും ഡിയും കാണാൻ പോകുന്നത്. എഫും ഡിയും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കാണാൻ പോകുന്നത്. നമുക്കറിയാം nth ടേമിന് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഉണ്ട്, എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി ഈക്വൽ ടു ആണ് 5. അതായത് എഫ് പ്ലസ് n-1. n പറഞ്ഞാൽ എന്താണ്? എത്രാമത്തെ പദമാണ്? ഇവിടെ എത്രാമത്തെ പദമാണ്? 5. രണ്ടാമത്തെ പദമാണ്. അപ്പോൾ n-1 എന്ന് പറഞ്ഞാൽ 2 - 1 എത്രയാണ്? 1d ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതുപോലെ നമുക്ക് ഇത് മാറ്റി എഴുതണം. എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി എന്നത് എത്രയാണ്? 15. അതായത് എഫ് പ്ലസ് n എന്താണ്? അഞ്ചാമത്തെ പദമാണ് 15. അപ്പൊ n എന്ന് പറയുന്നത് 5 ആണ്. 5ൽ നിന്ന് 1 പോയാൽ 4. അപ്പോൾ എഫ് പ്ലസ് 4d ഈക്വൽ ടു 15. ഇതാണ് 2. ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചാൽ മതി. എങ്ങനെയാണ്? എഫ് പ്ലസ് 4d ഈക്വൽ ടു 15ൽ നിന്നും നമ്മൾ എഫ് പ്ലസ് ഡി ഈക്വൽ ടു 5 കുറയ്ക്കാൻ പോവുകയാണ്. എഫിൽ നിന്ന് എഫ് പോയാൽ എത്രയാ? 0 പ്ലസ് 4 - 1 എത്രയാണ്? 3d ഈക്വൽ ടു 15ൽ നിന്ന് 5 പോയാൽ 10. നമുക്ക് എന്ത് കിട്ടി? 3d ഈക്വൽ ടു 10. അതായത് d ഈക്വൽ ടു 10. ഇവിടെ ഇൻറ്റു 3 അല്ലേ? ഇത് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഹരണം 3. അപ്പോൾ d ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 10/3. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 10/3 ആണ്. ഇനി ഈ d എന്നത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫും കണ്ടുപിടിക്കാം. എഫ് പ്ലസ് ഡി ഈക്വൽ ടു 5. ഡിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? 10/3 എന്ന് ഇട്ട് കൊടുക്കുകയാണ്. 10/3 ഈക്വൽ ടു 5. അപ്പൊ എഫ് ഈക്വൽ ടു എന്ത് വന്നു? 5 മൈനസ് 10/3. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 5 ഇൻറ്റു 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 ഇൻറ്റു 3 15 മൈനസ് 10 ഇൻറ്റു ഇവിടെ 1 ഉണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യണം. അപ്പൊ 10 ഇൻറ്റു 1 10 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3 3. എങ്ങനെയാണ് ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 5 ഇൻറ്റു 3 മൈനസ് 10 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3. 15ൽ നിന്ന് 10 പോയാൽ എത്രയാ? 5. 5 ഹരിക്കണം 3. അപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 10/3 ആണ്. ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 5/3 ആണ്. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിച്ചൂടെ? സം ഓഫ് 15 ടേംസ് ഈക്വൽ ടു, ഇക്വേഷൻ ആദ്യം ഒന്നും കൂടി എഴുതുകയാണ്, n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d ഈക്വൽ ടു n എന്താണ്? 15/2 ഇൻറ്റു 2 ഇൻറ്റു എഫ് എത്രയാണ്? ഫസ്റ്റ് ടേം നമ്മൾ 5/3 ആണെന്ന് കണ്ടുപിടിച്ചു. പ്ലസ് n-1 എന്ന് പറയുന്നത് 15ൽ നിന്ന് 1 പോയാൽ 14 ഇൻറ്റു ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് 10/3 ഈക്വൽ ടു 15/2 ഇൻറ്റു 2 ഇൻറ്റു 5 എത്രയാ? 10. 10/3 പ്ലസ് ഇനി 14 ഇൻറ്റു 10 എത്രയാണ്? 140/3 ഈക്വൽ ടു 15/2 ഇൻറ്റു
ഇവിടെ രണ്ടിലും ന്യൂമറേറ്റർ സെയിം ആണ്, സോറി ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തൂടെ, ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തൂടെ. 10ഉം 140ഉം കൂട്ടിയാൽ എത്രയാണ്, 150 ഹരിക്കണം 3. 15/2 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്, 50 ആണ്. ഇനി 50ന്റെ പകുതി എത്രയാ, 15 ഇൻറ്റു 50ന്റെ പകുതി 25. 15 ഇൻറ്റു 25 ചെയ്താൽ 375 എന്ന് കിട്ടും. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്രയാണ്, 375 ആണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യന്റെ ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ലീവ് റിമൈൻഡർ 3 or 8 when divided by 10. What is the remainder on dividing any term of this sequence by 5? Prove that this is an arithmetic sequence. അതായത് 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 3 അല്ലെങ്കിൽ 8 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണിയിൽ ഏതു പദത്തിന്റെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എന്താണ്? ഈ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് സമർത്ഥിക്കുക. അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7 എക്സെട്ര. ഇവയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ സംഖ്യകളെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 3 അല്ലെങ്കിൽ 8 റിമൈൻഡർ അഥവാ ശിഷ്ടം വരണം. അങ്ങനെയുള്ള സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ 1നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? നമുക്കറിയാം 1/10 എത്രയാണ്? 0.1 അല്ലേ? അപ്പൊ റിമൈൻഡർ 1. ഇനി 2നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 2. 3നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 3 അല്ലെ, എക്സെട്ര. അങ്ങനെ 6നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 6. അങ്ങനെ എക്സെട്ര പോയി 8നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 8. അങ്ങനെ 10നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 0. 11നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? വീണ്ടും 1. 12നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 2. 13നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 3 എക്സെട്ര. ഓക്കെ, ഇങ്ങനെയാണ് അത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 10 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3ഓ 8ഓ കിട്ടുന്ന സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 3 കിട്ടുന്നത് ഏതാണ്? ഒന്നാമത്തെ സംഖ്യ 3 ആണ്. ഇനി 8 കിട്ടുന്നത് 8 ആണ്. ഇനി വീണ്ടും 3 കിട്ടുന്ന റിമൈൻഡർ 3 കിട്ടുന്ന 10 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന സംഖ്യ 13 ആണ്. 3, 8, 13, വീണ്ടും 18, 23, വീണ്ടും 28 എക്സെട്ര. ഇങ്ങനെ ഒരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് നമുക്ക് റിമൈൻഡർ എന്ത് ചെയ്യുക, ഹരിച്ച് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 3 സംഖ്യകൾ എഴുതിയാൽ മതി. 3, 8, 13 എക്സെട്ര. ഇത്ര എഴുതിയാൽ തന്നെ അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയതിനുള്ള മാർക്ക് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദിസ് സീക്വൻസ് ബൈ 5? അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? ജസ്റ്റ് 5 കൊണ്ട് ഹരിച്ചു നോക്കുക. നമുക്ക് 3ൽ 5 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇട്ട് 8നെയാണ് നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്നത്. 8ൽ എത്ര 5 ഉണ്ട്? 1. 1 ഇൻറ്റു 5 5. 8ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 3. അപ്പൊ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത്? അത് ഹരിച്ചു നോക്കി തന്നെ എഴുതുക. റിമൈൻഡർ ഈക്വൽ ടു 3. ഇവിടെ 3ഉം 8ഉം 13. ഈ 3 സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് എത്രയാണ്? 3 ആണ്. മൂന്നാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഈ 3, 8, 13 എക്സെട്ര ഈ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ആവണമെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ജസ്റ്റ് 1, 2, 4, 8 എക്സെട്ര ഇതെന്താണ്? ഒരു സീക്വൻസ് ആണ് അഥവാ ഒരു ശ്രേണിയാണ്. അപ്പൊ ഈ ശ്രേണിയും അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ ഒരു സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യയിലേക്ക് ഒരു നിശ്ചിത നമ്പർ കൂട്ടുമ്പോൾ മാത്രമാണ് കിട്ടുക. അതായത് ഇപ്പൊ ഇവിടെ 8ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. 13ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 13ൽ നിന്ന് 8 പോയാൽ 5 ആണ്. ഇനി 13 കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ നമ്പർ 18 ആയിരുന്നു. 18ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5. ഈ സീക്വൻസ് എത്ര പോയാലും അതിന്റെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 5 തന്നെയായിരിക്കും. സാധാ സീക്വൻസ് ആണ്. ഇപ്പൊ 1, 2 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1 ആണ്. 2, 4 തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഇനി 8, 4 തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അതായത് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഡിഫറന്റ് ആണ്. ഓക്കെ, അപ്പൊ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്നതിന്റെ പ്രത്യേകത അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കും. അപ്പൊ അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? 8ൽ നിന്ന് 3 പോയാൽ 5 ആണ്. 13ൽ നിന്ന് 8 പോയാൽ 5 ആണ്. 18ൽ നിന്ന് 13 പോയാൽ 5 ആണ്. അതായത് നമുക്ക് എന്തെഴുതാം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ all consecutive
ടേംസ് ഈസ് ഈക്വൽ. അതായത് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇനി മലയാളത്തിലാണെങ്കിൽ എങ്ങനെ പറയാം? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായതുകൊണ്ട് ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണെന്ന് പറയാം. ഇനി 13ാമത്തെ ചോദ്യം. സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്ക് എന്ന പാഠഭാഗത്തിൽ നിന്നാണ് 13ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. The table below gives 49 persons classified according to their weight. ഒന്നാമത്തെ ചോദ്യം, the weight of the person at which position is taken as the median. രണ്ടാമത്തെ ചോദ്യം, according to the assumptions used to calculate the median, what is the weight of the 22nd person? മൂന്നാമത്തെ ചോദ്യം, calculate the median weight. അതായത് 49 ആളുകളെ ഭാരം അനുസരിച്ച് തരം തിരിച്ച പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവരെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ ഒന്നാമത്തെ ചോദ്യം, എത്രാമത്തെ ആളുടെ ഭാഗമാണ് മധ്യഭാഗമായി കണക്കാക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, മധ്യമം കണക്കാക്കുന്ന സങ്കല്പം അനുസരിച്ച് 22ാം ആളുടെ ഭാരം എത്രയായിട്ടാണ് എടുക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, മധ്യമ ഭാരം കണക്കാക്കുക. 3 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെയിറ്റുകൾ തന്നിട്ടുണ്ട്. 30:40, 40:50, 50:60, 60:70, 70:80, 80:90 kg വരെ തന്നിട്ടുണ്ട്. ഇനി 30:40 കിലോഗ്രാമിന്റെ അടുക്ക് 5 ആളുകളാണുള്ളത്. 40 മുതൽ 50 കിലോഗ്രാം വരെ 7 ആളുകളാണുള്ളത്. 50 മുതൽ 60 കിലോഗ്രാം വരെ 9 ആളുകളാണുള്ളത്. 60 മുതൽ 70 കിലോഗ്രാം വരെ 10 ആളുകളാണുള്ളത്. 70 മുതൽ 80 കിലോഗ്രാം വരെ വീണ്ടും 10 ആളുകളാണുള്ളത്. 80 മുതൽ 90 കിലോഗ്രാം വരെ 8 ആളുകളാണുള്ളത്. അങ്ങനെ ടോട്ടൽ 49 ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, ഈ വെയിറ്റുകളെ നമുക്ക് ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടും നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രീക്വൻസി ആയിട്ടുമാണ് എടുക്കുക. ഇനി ആദ്യത്തെ ചോദ്യം, ദ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ അറ്റ് വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ. അതായത് മീഡിയൻ വെയിറ്റ് ഉണ്ടാവുമല്ലോ. മീഡിയൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുക്കിലെ വെയിറ്റ് ഏത് പൊസിഷനിലാണ്? അതായത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ, അതായത് മധ്യമത്തിന്റെ സ്ഥാനം. പൊസിഷൻ ഓഫ് മീഡിയൻ കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ് ഇക്വേഷൻ? 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് n/2, രണ്ടാമത്തത് n+1/2. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ആണ് കേട്ടോ. അതായത് ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺസിന്റെ ടോട്ടൽ എത്രയാണ്? 49. ഇവിടെ n 49 ആണ്. ഈ 2 ഇക്വേഷൻസ് എങ്ങനെ യൂസ് ചെയ്യാം? അതായത് ടോട്ടൽ ഫ്രീക്വൻസി എന്നത് ഇവൻ നമ്പർ ആണെങ്കിൽ n/2 ആണ് ഉപയോഗിക്കുക. ടോട്ടൽ ഫ്രീക്വൻസി ഓഡ് അഥവാ ഒറ്റ സംഖ്യയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഫ്രീക്വൻസി 49 ആണ്. അതായത് ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമ്മൾ പൊസിഷൻ ഓഫ് മീഡിയൻ കാണാൻ ഇക്വേഷൻ ഏതാണ് ഉപയോഗിക്കുക? n+1/2. അപ്പൊ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ് 49 + 1/2. 49 + 1 എത്രയാ? 50/2. 50ന്റെ പകുതി 25. അപ്പോൾ പൊസിഷൻ ഓഫ് ദ മീഡിയൻ എത്രയാണ്? 25th പൊസിഷൻ ആണ്. രണ്ടാമത്തെ ചോദ്യം ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? അക്കോർഡിംഗ് ടു ദ അസംഷൻസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ 22nd പേഴ്സൺ? എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. ഒരു അസ്യൂംഡ് പേഴ്സന്റെ വെയിറ്റ് അല്ലെങ്കിൽ സ്കോർ എന്താണോ നമുക്ക് ഡാറ്റ തന്നിട്ടുള്ളത് അത് ചോദിക്കാറുണ്ട്. അത് കാണാൻ നമുക്ക് പ്രത്യേകം ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 22ാമത്തെ പേഴ്സന്റെ വെയിറ്റ് ആണ്. അതായത് 22th പേഴ്സന്റെ തൂക്കമാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. L + U - L / F / 2. ഇതാണ് ഇക്വേഷൻ. എന്താണ് എല്ലും യുവും എഫും ഒക്കെ? എൽ എന്ന് പറയുന്നത് ഈ 22ാമത്തെ പേഴ്സൺ നിൽക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിലെ ലോവർ ലിമിറ്റും, യു എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റും, എഫ് എന്ന് പറയുന്നത് 22ാമത്തെ പേഴ്സൺ നിൽക്കുന്ന ആ ക്ലാസ് ഇന്റർവെല്ലിന്റെ ഫ്രീക്വൻസിയുമാണ്. അതായത് നമ്മുടെ ടേബിൾ ഒന്ന് വരയ്ക്കുകയാണ്. നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് 30:40, 40:50, 50:60, 60:70, 70:80, 80:90. ഇത് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ ആണ്. ഇനി ഫ്രീക്വൻസി, അതായത് നമ്പർ ഓഫ് പേഴ്സൺസ് എങ്ങനെയാണ്? 5, 7, 9, 10, 10, 8. ടോട്ടൽ ഫ്രീക്വൻസി അതായത് n 49 ആണ്. ഇനി ഇതിന്റെ ഒരു മൂന്നാമത്തെ ടേബിൾ വേണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഈ 22ാമത്തെ പേഴ്സണ് ഇതിൽ ഏത് ക്ലാസ് ഇന്റർവെല്ലിലാണെന്ന് കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ എഴുതുക? ആദ്യത്തെ ക്ലാസ്സിൽ 5 തന്നെ, രണ്ടാമത്തത് 5ഉം 7ഉം കൂട്ടിയത് എത്രയാണ്? 12. മൂന്നാമത് 5ഉം 7ഉം 9ഉം കൂട്ടി എഴുതുന്നത് അത് എത്രയാണ്? 21. നാലാമതോ 5, 7, 9,
10 എന്നിവ കൂട്ടിയത്. 21ന്റെ കൂടെ 10 കൂട്ടിയാൽ 31. ഇനി അഞ്ചാമത്തേത് വരും എങ്ങനെയാണ്? 5, 7, 9, 10, 10 എത്ര വരും? 41. ഇനി അവസാനത്തെ കോളം എങ്ങനെയാണ്? 5, അതായത് ഈ മുഴുവനും കൂട്ടിയത് 5 + 7 + 9 + 10 + 10 + 8 എത്ര വരും? 49. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ 22ാമത്തെ പേഴ്സൺ ഏത് ക്ലാസ് ഇന്റർവെല്ലിലാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ ആൾ മുതൽ, അതായത് നമ്മൾ 49 ആളുകളെ നിരത്തി നിർത്തുകയാണെന്ന് വെക്കുക. അപ്പോൾ ഒന്നാമത്തെ ആൾ മുതൽ 5ാമത്തെ ആൾ വരെയുള്ള വെയിറ്റ് എത്രയാണ്? 30 മുതൽ 40 കിലോഗ്രാമിന്റെ ഉള്ളിലാണ്. ഇനി 6ാമത്തെ ആൾ മുതൽ 12ാമത്തെ ആൾ വരെയുള്ള വെയിറ്റ് എത്രയാണ്? 40 മുതൽ 50 കിലോഗ്രാം ആണ്. ഇപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിൽ ഒന്നാമത്തെ ആളാണ് ഇത്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, നാലാമത്തെ ആള്, അഞ്ചാമത്തെ ആള്, ആറാമത്തെ ആള്, ഏഴാമത്തെ ആള്, എട്ടാമത്തെ ആള്, 9, 10, 11, 12 ഇങ്ങനെ 49 ആളുകളെ നമ്മൾ നിരത്തി നിർത്തിക്കുകയാണെന്ന് വെക്കുക. ഓക്കെ, അപ്പോ 1 മുതൽ 5 വരെയുള്ള ആളുകളുടെ വെയിറ്റ് എത്രയാണ്? 30 മുതൽ 40 കിലോഗ്രാം ആണ്. ഇനി 6 മുതൽ 12 വരെയുള്ള ആളുകളുടെ വെയിറ്റ് എത്രയാണ്? 40 to 50 കിലോഗ്രാം ആണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ 13, 14, 15, 16, 17 എക്സെട്ര 21ാമത്തെ ആള് വരെയുള്ള വെയിറ്റ് എത്രയാണ് വരുന്നത്? 50 മുതൽ 60 കിലോഗ്രാം വരെയാണ്. ഇനി 22 മുതൽ 31 വരെയുള്ള ആളുകളുടെ വെയിറ്റ് എത്രയാണ് വരുന്നത്? 60 മുതൽ 70 കിലോഗ്രാം വരെയാണ്. ഇനി 32 മുതൽ ഇത് 22ആണ്. 22ാമത്തെ ആൾ മുതൽ 31ാമത്തെ ആൾ വരെയുള്ള വെയിറ്റ് 60 to 70 കിലോഗ്രാം ആണ്. ഇനി 32ാമത്തെ ആൾ മുതൽ 40ാമത്തെ ആൾ വരെയുള്ള വെയിറ്റ് എത്രയാണ് വരുന്നത്? 32ാമത്തെ ആൾ മുതൽ 41ാമത്തെ ആൾ വരെയുള്ള വെയിറ്റ് എത്രയാണ് വരുന്നത്? 70 മുതൽ 80 കിലോഗ്രാം ആണ്. ഇനി 42ാമത്തെ ആൾ മുതൽ 49ാമത്തെ ആൾ വരെയുള്ള വെയിറ്റ് എത്രയാണ് വരുന്നത്? 80 മുതൽ 90 കിലോഗ്രാം ആണ്. ഇതാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തിനാണ് എഴുതിയത്? 22ാമത്തെ ആൾ, അതായത് 1 മുതൽ 49 ആൾക്കാരെ നമ്മൾ നിരത്തി നിർത്തുകയാണെങ്കിൽ 22ാമത്തെ ആൾ വരുന്നത് ഏത് ക്ലാസ് ഇന്റർവെല്ലിലാണ്? 22 മുതൽ 31 വരുന്നത് 60 to 70 കിലോഗ്രാം ക്ലാസ് ഇന്റർവെല്ലിലാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എക്സാം ഹാളിൽ ഞാൻ ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എക്സാം ഹാളിൽ നമ്മൾ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. അതിൽ 21 വരെ വരുന്നത് 50 മുതൽ 60 കിലോഗ്രാം വരെയാണ്. അപ്പോൾ 22ാമത്തെ ആൾ വരുന്നത് ഏത് ക്ലാസ് ഇന്റർവെല്ലിലായിരിക്കും? 60 മുതൽ 70 കിലോഗ്രാം ക്ലാസ് ഇന്റർവെല്ലിലാണ് വരുന്നത്. ക്ലാസ് ഇന്റർവെൽ. അപ്പൊ 22ാമത്തെ ആളുടെ ക്ലാസ് ഇന്റർവെൽ എഴുതുകയാണ്. ക്ലാസ് ഇന്റർവെൽ ഈക്വൽ ടു 60 മുതൽ 70. അതായത് ലോവർ ലിമിറ്റ് എത്രയാണ്? 60 ആണ്. അപ്പർ ലിമിറ്റ് എത്രയാണ്? 70 ആണ്. അപ്പൊ നമുക്ക് എല്ലും യുവും കിട്ടിയില്ലേ? ഇനി ഈ ക്ലാസ് ഇന്റർവെല്ലിന്റെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 60 to 70 കിലോഗ്രാമിന്റെ ഫ്രീക്വൻസി 10 ആണ്. അപ്പൊ നമുക്ക് എഫും കിട്ടിയില്ലേ? ഇനി ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. x22 ഈക്വൽ ടു L പ്ലസ് U മൈനസ് L ബൈ F ഡിവൈഡഡ് ബൈ 2. L എന്താണ്? 60 ആണ്. U എന്താണ്? 70 മൈനസ് L വീണ്ടും 60 ഡിവൈഡഡ് ബൈ F എത്രയാണ്? ഫ്രീക്വൻസി 10 ആണ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 60 പ്ലസ് 70 നിന്ന് 60 പോയാൽ എത്രയാണ്? 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? 1 ബൈ 2. അതായത് 60 പ്ലസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? 0.5 അല്ലേ? 60ഉം 0.5ഉം കൂട്ടിയാൽ 60.5. അതായത് 22ാമത്തെ ആളുടെ വെയിറ്റ് എത്രയാണ്? 60.5 കിലോഗ്രാം ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ മീഡിയൻ വെയിറ്റ്. മീഡിയൻ വെയിറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. മീഡിയൻ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ പൊസിഷൻ ഓഫ് ദ മീഡിയൻ കണ്ടെത്തിയിരുന്നു. അതായത് 25ാമത്തെ ആളുടെ വെയിറ്റ് ആണ് ആക്ച്വലി എന്ത്? മീഡിയൻ വെയിറ്റ്. 25th പേഴ്സന്റെ വെയിറ്റിനെയാണ് നമ്മൾ മീഡിയൻ വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x25 ആണ്. അതായത് x25 25ാമത്തെ പേഴ്സൺ വരുന്നതും ഏത് ക്ലാസ് ഇന്റർവെല്ലിൽ തന്നെയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 60 to 70 kg ക്ലാസ് ഇന്റർവെല്ലിൽ തന്നെയാണ് 25ാമത്തെ. കാരണം 22 മുതൽ 31 വരെയുള്ള ആളുകൾ 60 മുതൽ 70 കിലോഗ്രാം ക്ലാസ് ഇന്റർവെല്ലിലാണ്. അപ്പോൾ 25ാമത്തെ ആളും ഇതേ ക്ലാസ് ഇന്റർവെല്ലിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീഡിയൻ വെയിറ്റ് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എങ്ങനെയാണ്? x25 അല്ലേ നമുക്ക് കാണേണ്ടത്? x22ന്റെ കൂടെ ഇനി ഈ x22 22ാമത്തെ പേഴ്സൺ 25ാമത്തെ പേഴ്സൺ ആവണമെങ്കിൽ എത്ര കൂട്ടണം? 22ന്റെ കൂടെ 3 കൂട്ടിയാലല്ലേ 25 ആവുക. അപ്പൊ ആ 3 എഴുതുന്നു ഇൻറ്റു നമ്മൾ ഈ ഒരു സാധനം u മൈനസ് എൽ ബൈ എഫ്.
ഓക്കെ, അപ്പൊ 25ാമത്തെ പേഴ്സൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 25ാമത്തെ പേഴ്സൺ നമ്മൾ നേരത്തെ കണ്ട 22ാമത്തെ പേഴ്സൺ ഉള്ള സെയിം ക്ലാസ് ഇന്റർവെൽ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. ഈക്വൽ ടു x22 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 60.5 ആണ്. പ്ലസ് 3 ഇൻറ്റു u മൈനസ് എൽ ബൈ എഫ്. യു മൈനസ് എൽ എന്താ? യു എന്നത് അപ്പർ ക്ലാസ് ലിമിറ്റ് ആണ് 70 മൈനസ് ലോവർ ലിമിറ്റ് 60 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാ? 10. 70ൽ നിന്ന് 60 പോയാൽ 10 ആണ്. 10/10 എത്രയാണ്? 1 ആണ്. അപ്പൊ യു മൈനസ് എൽ ബൈ എഫ് എത്രയാണ്? നമുക്ക് നേരത്തെ പ്രോബ്ലത്തിൽ തന്നെ 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 60.5 പ്ലസ് 3 എത്ര വന്നു? 63.5. അടുത്തത് 14ാമത്തെ ചോദ്യം. The center of a circle is 2, 1 and 8, 9 is a point on it. Calculate the radius of the circle. Write the equation of the circle. അതായത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രം 2, 1 അതിലെ ഒരു ബിന്ദു 8, 9 വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു സർക്കിൾ. ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് 2, 1 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഈ സർക്കിളിലെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 8, 9. ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ ആരമാണ്. അതായത് സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ് റേഡിയസ്. അതായത് ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം കണ്ടുപിടിക്കാം. കോർഡിനേറ്റ്സ് എന്ന പാഠഭാഗത്തിൽ അഥവാ സൂചക സംഖ്യ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 പോയിന്റ്സ് അഥവാ 2 കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 2 പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് 2, 1 രണ്ടാമത്തെ പോയിന്റ് 8, 9 ഇത് x1 y1 ആണ്. ഇത് x2 y2 ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇനി y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഈക്വൽ ടു 8ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 6 സ്ക്വയർ പ്ലസ് 9ൽ നിന്ന് 1 പോയാൽ 8 സ്ക്വയർ. ഈക്വൽ ടു 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. 8ന്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. 36ഉം 64ഉം കൂട്ടിയാൽ 100. റൂട്ട് ഓഫ് 100 10. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എത്രയാണ്? റേഡിയസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ആണ്. അതായത് സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാൻ നമുക്കറിയാം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ജിയോമെട്രി ആൻഡ് ആൾജിബ്ര അഥവാ ജ്യാമിതീയവും ബീജഗണിതവും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്താണ്? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. എ ബി എന്നത് എന്താണ്? എ ബി എന്നത് സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്. അഥവാ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകളാണ് എ ബി എന്നത്. ഇനി ആർ എന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇവിടെ നമുക്ക് സെന്റർ ഓഫ് ദി സർക്കിൾ തന്നിട്ടുണ്ട് 2, 1 ആണ്. റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എ ബി എന്നത് എത്രയാണ്? 2, 1 ആണ്. റേഡിയസ് 10 ആണെന്നും തന്നിട്ടുണ്ട്. എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതിക്കൂടെ? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ജസ്റ്റ് എ ബി ആർ അതാത് സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മതി. എക്സ് മൈനസ് എ എന്താണ്? 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി എത്രയാണ്? 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എത്രയാണ്? 10 സ്ക്വയർ. അതായത് ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ ആണ്. 10 സ്ക്വയർ മാത്രം എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് എഴുതാം. 10 സ്ക്വയർ ഈക്വൽ ടു 100. അപ്പോൾ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100 ആണ് ഈ സർക്കിളിന്റെ ഇക്വേഷൻ.